ഇപ്പോൾ കൊല്ലത്ത് നടന്ന ഒരു ദുരഭിമാന കൊല. അപ്പോൾ ഈ വിഷയം പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കസിൻ അവിടെയാണ് താമസം. കസിൻ എന്ന് വെച്ചാൽ എൻ്റെ മറ അനിയത്തിയുടെ മകളാണ് താമസിക്കുന്നത്. അവൾ കൊല്ലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. കൊല്ലക്കാരെല്ലാവരുടെ സൈഡ് പ്ലീസ് എല്ലാവരും എന്നെ ഉരുട്ടാനാണ് വരുന്നതെങ്കിൽ ഐ എം റെഡി ടു ഇയർ. പക്ഷേ ഉള്ള കാര്യം ഞാൻ പറയും, കൊല്ലത്തുള്ളതെല്ലാം കുറേ വാഴക്കൂട്ടങ്ങളാണ്. സാധാരണ കാണുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു വീഡിയോ കാണാറ്. പുള്ളി എല്ലാത്തിനെ പറ്റി നന്നായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു റിട്ടയർ SP കണ്ടത്. പേര് ചോദിക്കരുത്, നാളെ കൊണ്ടുതരാം. എനിക്ക് ഞാൻ പുള്ളിയുടെ പേരെടുക്കാൻ മറന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഇതിനെപ്പറ്റി പുള്ളി അപ്പോൾ തന്നെ അപ്ഡേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തു. മേ ബി റിക്വസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കാം കേട്ടോ. പെട്ടെന്ന് അങ്ങനെ ഇപ്പോൾ എടുത്തു പിടിച്ചൊരു വീഡിയോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ വീഡിയോയ്ക്കകത്ത് സ്പെസിഫിക്കലി പറയുന്നുണ്ട്, ഇത് ദുരഭിമാന കൊല അല്ല. ഈ പയ്യൻ ആ പെൺകുട്ടിയെ ഭയങ്കരമായി ശല്യം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതിനെയാണ് അച്ഛൻ മറുപടി കൊടുത്തത്. അതായത് പെൺകുട്ടിയെ ഉപദ്രവകാരിയായ ഒരു വ്യക്തിയെ കൊന്നുകളഞ്ഞതാണ്. ഇങ്ങനെയാണ് ആ പോലീസുകാരൻ പറയുന്നത്. ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു വേർഡാണത്. കാരണം വാർത്ത മുഴുക്ക പറയുന്നത് ദുരഭിമാന കൊലയാണ്, ആനെയാണ് ചെയ്യണം. അതിൻ്റെ കൂടെ ആ കുട്ടിയുടെ അമ്മയുടെ ചേർത്തി പറയുന്നത് കേൾക്കാം. ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ അനിയത്തിയുടെ മോനുമായിട്ടായിരിക്കും എന്ന് പറയും. ഇതിനിടയ്ക്ക് ഇയാൾ മദ്യപിച്ചിട്ട് മോനെ വിളിച്ച് വഴക്ക് പറയും, തെറി വിളിക്കും. ശ്രീധരൊന്നും തരത്തില്ല, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു. അമ്മ അവൾ എന്നെ വിളിച്ച് ഭയങ്കരമായിട്ട് മാനസികമായി തകർക്കുന്ന രീതിയിലാണ്. ശ്രീധരനൊന്നും തരത്തില്ലെന്ന്. ശിവനെ, ഈ നാട്ടിലൊരു നിയമം ഉണ്ടായാൽ ആ നിയമം വ്യാപകമായി പ്രചരിപ്പിക്കാൻ കഴിയാത്ത തരണം ഭരണാധികാരികൾ ഇതായി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ കൊണ വർത്താനം. തള്ളക്ക് അറിയത്തില്ലേ ശ്രീധരൻ വാങ്ങിക്കുന്ന കൊടുക്കണം കുറ്റമാണെന്ന്? അവയർനെസ് ഇല്ല. ജോർജ് ജോസഫ് ആണോ? അറിയത്തില്ല, ഓർമ്മയില്ല, പേര് ഓർമ്മയില്ല. റെയിൽവേ പാളത്തിന് അവിടെ ചെന്നിട്ട് നീ വന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും, അച്ഛൻ എന്നോട് മോശമായി പെരുമാറുന്ന സംസാരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അറിയില്ലെന്നുണ്ടെങ്കിൽ കൊച്ചുടനെ ഫോൺ ചെയ്യും, നീ ഇവിടെ വരെ വരണം. വന്നില്ലെന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ വിളിച്ചിട്ട് കത്തി എടുത്ത് ഞരമ്പിൽ വെക്കുക, കാര്യത്തിൽ ഇവിടെ വെക്കുക. അരുണിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അരുണിന്റെ അമ്മയുടെ സഹോദരി സന്ധ്യ നമ്മോട് ചേരുകയാണ്. ഇത് ബോധപൂർവ്വം വിളിച്ചു വരുത്തിയുള്ള കൊലപാതകമാണ്. സാർ, ബോധപൂർവ്വം വിളിച്ചു വരുത്തിയത്. കാരണം മോൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ളതാണ് ഇവരുടെ റിലേഷൻഷിപ്പ്. നമ്മൾ 10ാം ക്ലാസ്സിലായപ്പോഴും അവരോട് വീട്ടിൽ സംസാരിച്ചു, അച്ഛനോട് സംസാരിച്ചു പറഞ്ഞ് ഓക്കെ നമുക്ക് പ്രായം കഴിഞ്ഞ അത് 8ാം ക്ലാസ് എന്ന് പറയുമ്പോൾ എൻ്റെ ഇളയ വാവയുടെ കാട്ടി 1 വയസ്സ് ഇളയത്. 8ാം ക്ലാസ്സിലേക്ക് പ്രണയം വന്നെന്ന് കാര്യം അവരെ കുറ്റം പറഞ്ഞിട്ടില്ല. നമുക്ക് 4ാം ക്ലാസ്സിലെ പ്രണയമൊക്കെ വന്ന്. അത് പ്രണയം എന്നല്ല പറയുന്നത്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇൻഫാക്ടുവേഷൻ, അട്രാക്ഷൻ. ഇതിൻ്റെയൊക്കെ മലയാളം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടെ വില്ലി. അത്ര തന്നെ ആദ്യം എൻ്റെ സാധനം. ഒരുത്തനെ കാണുമ്പോൾ ഇവനെ നമുക്ക് കിട്ടിയാലെന്ന് തോന്നും. നമ്മൾ ആദ്യം ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? നമ്മുടെ വീടിന് ചുറ്റുമുള്ള ഏതെങ്കിലും ഒരുത്തനെയായിരിക്കും. കുറച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ ബോൾഡായിട്ട് പറയുന്ന നമുക്ക് അട്രാക്ഷൻ അത് നമുക്ക് ഉണ്ടാവും. പക്ഷെ നമ്മൾ മാരേജ് എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് മാരേജ് എന്നൊരു സാധനത്തിൽ ആണുങ്ങൾക്ക് 22 വയസ്സ് നിജപ്പെടുത്തിയെന്ന് അറിയാം. ആ പെണ്ണുങ്ങൾ 18, ആണുങ്ങൾക്ക് 22. ആ ഒരു കൺഫ്യൂഷൻ എല്ലാവരും പറയുന്നുണ്ട്. ആ കൺഫ്യൂഷൻ കൂടി ഇതിനകത്ത് ക്ലിയർ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ സാമൂഹിക വ്യവസ്ഥയിൽ, നമ്മുടെ വ്യവസ്ഥയിൽ സ്ത്രീകൾ എന്ന് പറയുന്നത് വീട്ടിലിരിക്കുക എന്നുള്ള, തിന്നുക, കൊച്ചുങ്ങളെ പിറകെ തൂക്ക തുടക്കുക, പെണ്ണാണുങ്ങളെ ശല്യം ചെയ്യുക, അവന്മാർക്ക് അത്യാവശ്യം സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് പെണ്ണുങ്ങളെ കൊണ്ടുള്ളൊരു കൺസേൺ. അങ്ങനെ കണ്ടിട്ടില്ലേ? പാഠപുസ്തകത്തിൽ അങ്ങനെയാണ്. അച്ഛൻ ജോലിക്ക് പോകും, അമ്മച്ചി വീട്ടിലെ വേലയൊക്കെ ചെയ്യും. അച്ഛനമ്മ 2 കുട്ടികൾ. ഇതാണ് ഇവിടുത്തെ പഠനവും അങ്ങനെയാണ്. അതൊക്കെ മാറേണ്ട കാലങ്ങൾ കഴിഞ്ഞു, അതിക്രമിച്ച് കഴിഞ്ഞു. ഇതൊക്കെ ഞാൻ മാറ്റുമെന്നൊന്നും അറിയത്തില്ല. ഏതായാലും നമ്മുടെ തലമുറ കഴിഞ്ഞ് ഇനി അടുത്ത തലമുറയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു മാറ്റിട്ട് അതൊക്കെ വലിയ ചീട്ടുകൂട്ടാരങ്ങളാണ്. അതുപോലെ ശോശാടുന്നു കണ്ടോ? ആ കൊച്ചിന് മനസ്സിൽ അതിൻ്റെ പ്രണയം നഷ്ടപ്പെട്ടത്. എന്തോരം പ്രണയങ്ങളാണ് ഞാൻ കളഞ്ഞത്, എന്തോരം വലിയ തെപ്പരിയായിരുന്നു ഞാൻ അറിയാം. കോളേജിലും പ്രേമിച്ച്, സ്കൂളിലും പ്രേമിച്ച്, എല്ലായിടത്തും പ്രേമുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പർപ്പസിൽ കൊണ്ടുപോയി വിമൻസ് ലീഡാക്കി. വിമൻസിൽ നിന്ന് ചാടി ഡിഗ്രിക്ക് കയറി അപ്പം തന്നെ ഞാൻ പ്രണയിച്ചു. പ്രണയത്തിൻ്റെ ഒരു കളിയായിരുന്നു. നമ്മൾ ഞാൻ നീല പേപ്പറിൽ അത് വെച്ചിട്ടാണ് പ്രേമലേഖനം എഴുതുന്നത്. എന്നിട്ട് പേരിൻ്റെ അവിടെ മാത്രമേ ബ്ലാങ്ക് ഇടുന്നിട്ട് അവിടെ നമ്മൾ എഴുതിച്ചാൽ മിക്കവാറും കിട്ടിയവരൊക്കെ മനസ്സിലാക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് പ്രേമാണ്. ഒരു രസം, ഇൻഫാക്ടുവേഷൻ, അഭിനിവേശം ആണോ? അല്ല, ഒരു താല്പര്യം, ഒരു എന്താ പറയുക, ഒരു താല്പര്യം, ഒരു ആകർഷണം, അതാണ്. അല്ലല്ല, അഭിനിവേശം ഒന്നുമല്ല. അഭിനിവേശം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ലെസ്റ്റിന്റെ മറ്റൊരു ഇതാണ്. അഭിനിവേശം ലെസ്റ്റില്ലേ, ലെസ്റ്റിന്റെ മറ്റൊരു ടൈമാണത്. അതൊന്നുമല്ല. ഇപ്പം ഈ പറയുന്ന രീതിയിലുള്ള നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ 22 വയസ്സ് എന്ന് പറയുമ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു ഏജാണ്. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ജോലി സാധ്യത ആണിനുണ്ടാകും. അതുകൊണ്ടാണ് അവൻ്റെ വയസ്സ് 22 നിജപ്പെടുത്തിയത്. മനസ്സിലായോ? അതാണ് കാലങ്ങളായി കൊണ്ട് വെച്ചിരിക്കുന്ന സിസ്റ്റത്തിലുള്ള തകരാറെന്ന് ഞാൻ പറയുന്നത്. നമ്മുടെ സിസ്റ്റത്തിന്റെ തകരാറ് അതാണ്. എന്ത് അങ്ങനെ ഒരു സിസ്റ്റം ആണെന്ന് മാത്രം പെണ്ണിന് 22 വയസ്സായിട്ട് അവക്കും ജോലി ഇട്ടിട്ട് ഇനി മാറും, കാലക്രമേണ മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലാണെങ്കിൽ ഈ കുട്ടിക്ക് ഈ കല്യാണം ആലോചിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഇതിനെല്ലാം പിടിച്ച് പോക്സോ കേസിനകത്ത് കള്ള ലെവലാദികൾ പൊടി കൊച്ചുങ്ങളെ മോട്ടേന്ന് വരിയാതെ പിള്ളേരെ കെട്ടിക്കാനായിട്ട് ആലോചിച്ചെന്ന് എഗ്രിമെന്റ് സൈൻ ചെയ്തെന്ന്. ആക്ച്വലി ചെറുക്കൻ മരിച്ചതിൽ വിഷമമുണ്ട്. പക്ഷെ ഒരു പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ സത്യത്തിൽ അതിനെ കൊല്ലാൻ കൊടുത്തത് ആ വീട്ടുകാരൊന്നുമില്ല, ഇവർ തന്നെയാണ്. നമുക്കൊരു കുഞ്ഞിനോട് താല്പര്യം തോന്നുന്ന തെറ്റൊന്നും ഞാൻ പറയത്തില്ല, ഒരിക്കലുമില്ല. അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും, അത് കുടിക്കാഞ്ഞാൽ അമ്മ കരയും. ഇതല്ലേ പണ്ടത്തെ പാഠപുസ്തകത്തിൽ പഠിച്ചു. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം, അതായത് ഇത് കൊണ്ടുവരുന്ന ഇമ്പാക്ട് എന്താണെന്ന് പോലും ബോധമില്ലാത്ത ഒരു പൊട്ട തളർന്നുകൊണ്ട് പറയുകയാണ് ആനയാണ് ചെന്നണി ചക്കയാണ്. വാസ്തവത്തിൽ ആ പോലീസുകാരൻ പറഞ്ഞ താലിയുന്ന കാര്യമാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്നിട്ടുള്ളത്. ദുരഭിമാന കൊലയല്ല. കൊല്ലത്തള്ളവർക്കൊക്കെ എന്തൊരു ദുരഭിമാന. കൊച്ചുങ്ങളെ കിട്ടാനില്ല കൊല്ലത്തുനിന്ന് പെമ്പിളരെ കിട്ടത്തില്ല. ഈ അനിയത്തിയുടെ കുട്ടിയില്ലേ, അവൾ പെട്ടെന്ന് തന്നെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി നിർത്തി എഞ്ചിനീയറിംഗിന് പേടിച്ചിട്ടാ. കാരണം ഇവിടെ പ്രണയങ്ങളാണ്. പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണ് കറങ്ങി നടക്കുന്നത്. അതെന്തുകൊണ്ടെന്ന് അറിയാമോ? ഫ്യൂച്ചർ പ്ലാൻ ഇല്ല, ഡോൺ കെയർ മെന്റാലിറ്റി, ഇതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. കൊല്ലത്തെ പിള്ളേരൊക്കെ ആകെ 60 വർഷം സ്വഭാവം പഠിച്ചു വെച്ചിരിക്കുന്നത് ബിഹൈൻ റീസൺ ഇതാണ്. അങ്ങനെയാണ്. ഒരു 17 വയസ്സൊക്കെ ആകുമ്പോൾ അതിനൊക്കെ അപ്പോഴേ ആലോചിച്ചോണം കെട്ടിച്ചു കൊടുത്തേക്കണമെന്നാണ് പറയുന്നത്. അവിടേക്കുള്ളവർ അങ്ങനെയാണ് മെയിനായിട്ട്. എളുപ്പ വഴിയാണ്, കാരണം കൈവിട്ട് പോകും. അപ്പോൾ ഇത് ആരോടെങ്കിലും ഇറങ്ങിപ്പോണം കൈവിട്ട് പോകണമെന്നാണ് അവരുടെ ലൈഫാണ്, അവർക്ക് തീരുമാനിക്കാം. അങ്ങനെയല്ലല്ലോ, ഇന്റർകാസ്റ്റ് ആണ്. അതൊരു വലിയ കാര്യമില്ലെന്ന് പറയുന്നത്. ഈ പറയുന്ന പെൺകൊച്ചിന്റെ തന്നെ അമ്മയുടെ സഹോദരിയോ അങ്ങണ്ട
ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. ഞങ്ങളുടെ നാട്ടിൽ അതൊരു വലിയ വിഷയമല്ല കേട്ടോ. ഇന്റർകാസ്റ്റ് മാരേജസ് ഉണ്ട്. മുസ്ലിങ്ങൾ കഴിച്ച പ്രശ്നമാണ്. മുസ്ലിങ്ങളുടെ ആണെങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാളെ. പക്ഷേ മറ്റതങ്ങനെയൊന്നുമല്ല. ക്രിസ്ത്യൻസിനും അത് ബാധകമാണ്. കാരണം പള്ളിയിൽ നിറക്കി വിട്ടുകളയും. ആ രീതിയിൽ നടന്ന ഒരു വിവാഹാലോചന, അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആ കുട്ടിയെ കൊന്നു. ഒറ്റ കുത്തേ അവൻ കുത്തിയുള്ളൂ. ആ കുത്ത് പർപ്പസ്ലി കിട്ടേണ്ടടുത്ത് കുത്തി കൊന്നളഞ്ഞു. ഇവർ പറയുന്നത് പറയണ കേട്ടോ, കുറച്ച് കേട്ടോ. ആവട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മോൻ 16 വയസ്സുള്ളപ്പോൾ മോൻ്റെ കൂടെ ഇറങ്ങി വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു പറ്റത്തില്ല, കാരണം പ്രായപൂർത്തിയായിട്ടില്ല, മോനും പ്രായപൂർത്തിയായിട്ടില്ല. വീണ്ടും നമ്മൾ സ്റ്റേഷനിൽ എഴുതി വെച്ച് തിരിച്ചു കൊണ്ടാക്കിയതായിരുന്നു. അത് കഴിഞ്ഞ് സ്റ്റേഷനിൽ അത് കഴിഞ്ഞ് പിന്നെ കുറേ നാൾ പോയി. പിന്നെ മോൻ +2 പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ഒരു പ്രാവശ്യം കൂടെ വന്നിട്ട് വിളിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പറ്റത്തില്ല, നമുക്ക് പാർട്ടിക്കാരെ എല്ലാവരും കൊണ്ട് വീട്ടിലാക്കിയിട്ട് ഇവർ അച്ഛനോട് സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞതാണ്, എന്നോട് സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞാണ് എൻ്റെ മോൾക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ അനിയത്തിയുടെ മോനും ആയിട്ടായിരിക്കും എന്ന് പറയും. ഇതിനിടയ്ക്ക് ഇയാൾ മദ്യവെച്ചിട്ട് മോനെ വിളിച്ച് വഴക്ക് പറയാൻ തെറി വിളിക്കാം, ശ്രീധരൊന്നും തരത്തില്ല, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ തന്നെ പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യും, ഇവിടെ നാട്ടിൽ നിന്നാൽ ഒന്നും പറ്റത്തില്ല. അവന് 19 വയസ്സായപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യും, കുറച്ച് നാൾ 2 കൊല്ലം ഗൾഫിൽ നിന്നെന്ന് പറഞ്ഞ് അവന്റെ അച്ഛന്റെ പപ്പാടെ ചേട്ടൻ തന്നെ പൈസ അവർ അവിടെ നിന്ന് കടം മേടിച്ച് അവനെ ഗൾഫിൽ വിട്ട് ഒരു 3 ആഴ്ച എന്റെ മോൻ നിന്ന് കാണും. പിന്നെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വരുന്നത് അവന് നിൽക്കാൻ വയ്യ. കാര്യം ആദ്യം ചോദിച്ചു പറഞ്ഞാൽ അവന് ബുദ്ധിമുട്ടാണ്. ചെറുക്കൻ ഇവിടെ കൂരൊക്കെ ശീലിച്ച്, അതുകൊണ്ടാണ് ചെറുക്കനെ അവിടെ നിന്നൊക്കെ നിപ്പ് പറയുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ലൈഫിൽ യാതൊരു രീതിയിലുള്ള അംബീഷനോ ഇതൊന്നും ഫൈനൽ ചെയ്യണമെന്നോ അങ്ങനെ യാതൊരു ചിന്തയില്ലാത്ത ഒരു പടി സാധനത്തിന്റെ കൂടെ മോളെ ഇറക്കി വിടുന്നതിലും തല്ലിക്കൊല്ലുന്ന തന്ത ചിന്തിച്ചെങ്കിൽ തെറ്റുണ്ടാവും. ഈ വിവാഹം എന്ന് പറയുമ്പോൾ സെക്ഷൽ കോണ്ടാക്റ്റിനാണല്ലോ, വേറെ എന്തൊരു വാഴയ്ക്ക്. എല്ലാവരും പറയുന്നു അയ്യോ 2 കുടുംബങ്ങൾ തമ്മിൽ വാഴ തോര. ഞാനും അവനും കൂടെ ഇന്ന് രാത്രി പണിയെടുക്കും, തുടർന്ന് ഞങ്ങൾ കുട്ടികളെ ഉണ്ടാക്കും. ഇത് പബ്ലിക് അനൗൺസ്മെന്റ്. അതിനല്ലേ വിവാഹം? വേറെ എന്താണ്? മാരേജ് ഇസ് കോൺട്രാക്ട്, വേറെ ഒന്നുമല്ല. ഇതന്നെ വി ആർ ഗോയിങ് ടു കളിക്കൽ ആൻഡ് വി മേക്ക് കുട്ടികൾ ദാറ്റ് വി ഡിക്ലെയർഡ്. ഞങ്ങൾക്ക് ഇനി പബ്ലിക് സദസ്സിൽ വേണമെങ്കിൽ ചെയ്യാം. ഐ മീൻ പബ്ലിക് എന്നല്ല, ഇനി എനിക്ക് അവിടെ ഒരു മുറി കിടന്ന് ഉറങ്ങാം. അത് തന്നെയല്ലേ പറഞ്ഞു വെക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ആ കൊച്ചു ചെറുക്കൻ ചാടിപ്പോയത്. മരണം ഇങ്ങനെ കളിയാക്കരുതെന്നുണ്ട്. ബട്ട് വാട്ടിട്ടു എനിക്ക് ഇങ്ങനത്തെ ഒരു ഫീലിംഗ് ഇല്ല കേട്ടോ, സത്യമായിട്ട്. അവിടെ മിക്കവാറും ഇത് തന്നെയാണ് നടക്കുന്നത്. ഇച്ചിരി 18 അങ്ങോട്ട് തികഞ്ഞിട്ടേ ഉള്ളൂ. അതിന്റെ അതേ പ്രായത്തിലുള്ള ഒരുത്തൻ ചാടിച്ചോണ്ട് വന്നു. ആ തള്ള വന്ന് കിടന്ന് കരയണത് കണ്ടാലുണ്ടല്ലോ. മുസ്ലിം കുട്ടിയാണ്, ചെറുതിന് മുസ്ലിം തന്നെ, പക്ഷേ ഫിനാൻഷ്യലി ഇതല്ല. അവനെ ഗൾഫിൽ പറഞ്ഞു വിട്ടു. അപ്പം അവന് വെരിക്കോസ് വെയിൻ ആയതുകൊണ്ട് അവിടെ നിന്ന് ജോലി എടുക്കാത്തല്ലോ. അവൻ തിരിച്ചു വന്നത് തിരിച്ചു വന്നൊക്കെ വേറെ കുത്തിക്കിടപ്പ. എന്നിട്ട് രണ്ടും കൂടെ ഇവൾ അവിടെ നിർത്തി, അവൻ അവിടെ നിർത്തിയിട്ട് ഇവൻ എവിടെ പണിക്ക് പോകുന്നത് അങ്ങനെ എന്തോ ആണ്. എനിക്ക് അത്ര ഓർമ്മയില്ല. എൻ്റെ മൂത്തവൻ്റെ കാര്യം പറയണം, മൂത്തവൻ ചെറുതായിരുന്നപ്പോൾ പറയാം. ഈ പെണ്ണിന് ഞാൻ കുറേ അമ്മയടുത്ത് പോയി കുറേ സമാധാനം ഞാൻ പറഞ്ഞായിരുന്നു. ഞാനപ്പോൾ പുറത്ത് പോകുമ്പോൾ ഇവളെ കൂടെ കൂട്ടിയിട്ട് അവിടെ ഇങ്ങനെ മുന്നിയെ പോലെ ഇരിക്കുന്നുണ്ട്, ഇവളെ കൂടെ ഞാൻ കൊണ്ടുപോകരുത്. അപ്പം ഞാനിങ്ങനെ അവളുടെ വീട്ടിൽ, അതിൻ്റെ അടുത്ത വീട് മയ്യനാട് കണ്ടാണ് വീട്. അപ്പം നമുക്ക് എന്നാൽ അവിടെ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി ആ അമ്മയെ കണ്ടപ്പോൾ ഉമ്മ എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് മരിച്ച് ഈ മകളെ ഉള്ളൂ, ഒരു മോനും ഉണ്ടെന്ന് തോന്നുന്നു. ഭർത്താവ് മരിച്ചിട്ട് സഹോദരന്റെ വീട്ടിൽ വേറെ നിത്യവൃത്തിക്ക് വഴിയില്ലാതെ കിടക്കുന്നിടത്ത് മകളെ എങ്ങനെയും പഠിപ്പിക്കണമെന്ന് നിർബന്ധം പിടിച്ച് ആ സഹോദരങ്ങൾ 10-16 കെട്ടി കൊടുത്തേനായിരുന്നു. പക്ഷെ അവർ പഠിപ്പിച്ചിട്ട് എവിടെയെങ്കിലും ഒരു തൊഴിൽ കിട്ടി അമ്മയെ സംരക്ഷിക്കണമെന്നല്ല ഈ മോക്ക് എങ്ങനെയും കല്യാണം കഴിച്ച് അവളെ ലൈഫ് സെറ്റിൽ അവർ കൊച്ചു ചെറുക്കനുണ്ട് ഇളയത്. ഇനിയിപ്പോൾ അതിനെ പഠിപ്പിക്കുമോ? ഈ പെണ്ണിങ്ങനെ തലപിരുന്ന് പോയതുകൊണ്ടും അവർ അതിൻ്റെ എഗൻസ്റ്റ് ആയിട്ട് ഇവർ എന്തോ ഒരു ഗുണ്ട ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള പയ്യനാണെന്നൊക്കെയാണ് പറയണം. അങ്ങനെ ഞാനത് കണ്ടിട്ട് സത്യത്തിൽ എനിക്ക് അന്ന് വെറുതെ എനിക്ക് കൊല്ലത്തുള്ള പെൺകൊച്ചുങ്ങളെ ഒരു ബോധവും ഇല്ലാത്ത കുറേ എണ്ണം. നമ്മുടെ ലൈഫ് ഒരു ടേണിംഗ് പോയിന്റ് മാത്രമാണ് ഈ പറയുന്ന മാരേജ്. അതിനപ്പുറം അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനായി തന്നെ ജീവിച്ച് അമ്മ എക്സാമ്പിളാണ്. അമ്മയുടെ ജീവിതം തന്നെ വലിയ എക്സാമ്പിളാണ്. അപ്പൻ സംരക്ഷിക്കാൻ അറിയില്ല, അമ്മയ്ക്ക് ജോലിയില്ല, അമ്മ ഡിപ്പെൻഡായി മറ്റൊരു കുടുംബത്തിൽ നിൽക്കുന്നത് തന്നെ വലിയൊരു എക്സാമ്പിളാണ് അവളുടെ മുമ്പിൽ. അത് സോൾവ് ചെയ്യണം. എനിക്കൊരു തൊഴിലുണ്ടാകണം, ഞാൻ പഠിച്ച് എവിടെയെങ്കിലും ജോലി കിട്ടി സെറ്റിൽ ആകണം എന്ന്. ഇപ്പോഴൊക്കെ 40-45 ശമ്പളമുള്ള ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ലോണിലൊക്കെ ഒരു വീട് കിട്ടും. വലിയ വീടൊക്കെയാണ് സ്വപ്നമെങ്കിൽ. ഇത് ചെറുതാണെങ്കിലും ലോൺ കിട്ടും, ഗവൺമെന്റ് തലങ്ങളിൽ നിന്ന് ഇത് കിട്ടും. ഇതൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്നത്, നമുക്കാരും പറഞ്ഞിരുന്നല്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യാം. വീടുണ്ടാക്കാം, ഒരു കൊച്ചു കൂരയാവട്ടെ, വെറും 4 ആസ്പെറ്റാസ് ഷീറ്റ് കൂട്ടി വെച്ചിട്ടാലും ഒരു വീടുണ്ടാക്കി ഉമ്മായും കൊണ്ട് അതിനകത്ത് പോകണമെന്ന ചിന്ത ഈ പെൺകൊച്ചിന് വന്നിട്ട് പെൺകൊച്ചിന് കെട്ടിക്കൊള്ളാൻ വയ്യ. അവരും ഈ കെട്ടിച്ചു കൊടുക്കണമെന്നുള്ള ബാധ്യത ഉണ്ടായിരിക്കും. 18 വരെയൊക്കെ വിട്ടു വെച്ചു. 18 വയസ്സേ ഉള്ളൂ കുട്ടിക്ക്, അത്രയും ഇല്ല. ചെറുക്കനിക്ക് കേസ് വരാതിരിക്കാൻ നല്ലപോലെ ശ്രദ്ധിച്ചു. കാരണം അവനും കൂടെ കളഞ്ഞിട്ട് ഓടിപ്പോയ പെണ്ണ് പിന്നെ വേറെ 2-5 ചിരക്കായിട്ടല്ലേ പിന്നെ എടുക്കുള്ളൂ. കല്യാണം കഴിക്കണം. ആ പെൺകൊച്ചിന് അതിന് ആ പ്രായത്തിന്റെ ഒരു ഇതുകൊണ്ട് അച്ഛൻ ചാടിക്കൊണ്ടു. ഇത് തേപ്പെന്നൊക്കെ പറയും. തേപ്പല്ല, ഇത് റിയാലിറ്റി ഫേസ് ചെയ്യുന്നതിന് വീട്ടുകാർ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ആ പെൺകൊച്ചിനെ എങ്ങനെയും പുറത്ത് കാണിക്കണം, ആ പെൺകുട്ടിക്ക് മറ്റൊരു ലൈഫ് ഉണ്ടാകാൻ പാടില്ല, എങ്ങനെയും കാര്യങ്ങൾ പുറത്തേക്ക് വരണം. ഇതൊക്കെയാണ് ഇവരുടെ ഡിമാൻഡ്. ഇവർ പറയുന്നുണ്ട്. പിന്നീട് ഞാൻ ചെന്താനും മോനെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞെന്ന് പറഞ്ഞാൽ അമ്മ അവൾ എന്നെ വിളിച്ച് ഭയങ്കരമായിട്ട് മാനസികമായി തകർക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. റെയിൽവേ പാളത്തിന്റെ അവിടെ ചെന്നിട്ട് നീ വന്നില്ല ഞാൻ ആത്മഹത്യ ചെയ്യും, അച്ഛൻ എന്നോട് മോശമായി പെരുമാറുന്നത് സംസാരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് നാൾ പിടിച്ചില്ല. ഞാൻ ഈ പെൺകൊച്ചിനോട് വിളിച്ച് സംസാരിച്ചു. അപ്പോഴും പറഞ്ഞ് എനിക്ക് പറ്റത്തില്ല, എനിക്ക് അരണിനോട് ഇറങ്ങി വന്നേ പറ്റും. അപ്പോൾ ഞാൻ അതിനോട് ചോദിച്ചെന്ന് പറഞ്ഞാൽ ജീവിതം എന്ന് പറയുമ്പോൾ 1-2 ദിവസം കൊണ്ട് തീരുന്നതല്ല. മുന്നോട്ട് നമ്മൾ ഒരുപാട് കാലം ജീവിക്കാനുള്ളത്. പക്വതയില്ല, സ്വന്തമായിട്ട് തൊഴിലില്ല, സാമ്പത്തികമായിട്ട് നമുക്കൊന്നും ഉള്ളവരൊന്നുമില്ല, നമ്മൾ സാധാരണക്കാരാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് പറ്റത്തില്ല. പിന്നെ നമ്മൾ ഒരുപാട് കാര്യം പറഞ്ഞ് സംസാരിച്ച് എങ്ങനെയെങ്കിലും അവർക്ക് അവിടെ അവരുടെ സ്വന്തം വീട്ടിൽ അച്ഛനോടൊപ്പം നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ അവർ പറഞ്ഞ അവരുടെ അപ്പച്ചിയുടെ വീട്ടിലോട്ട് ശക്തിവളരെ ആക്കി കഴിയുമ്പോഴത്തേക്ക് അവിടെ ആരും ഇല്ലെന്നുണ്ടെങ്കിൽ കൊച്ചുടനെ ഫോൺ ചെയ്യും, നീ ഇവിടെ വരെ വരണം, വന്നില്ലെന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ വിളിച്ചിട്ട് കത്തി എടുത്ത് ഞരമ്പിൽ വെക്കുക, കഴുത്തിൽ ഇവിടെ വെക്കുക. അത് പേടിച്ചെന്റെ കുഞ്ഞ് ചെല്ലും കാണും, സംസാരിക്കും വരും. അപ്പോൾ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന കേട്ട് ഈ പെൺകുട്ടിയുടെ തന്ത ഇവരെ വിളിച്ച് ഫോണിൽ കൂടെ ചീത്ത വിളിക്കുക. അപ്പോൾ ഓണത്തിന് ഒരാഴ്ച മുമ്പേ ഉള്ളപ്പം ഇവരെ സ്നേഹമായിട്ട് വിളിച്ചു. അന്ന് ഇയാൾ കരുതി കൂട്ടി ഇരുന്നുള്ളതാണ് നമുക്ക് ഇപ്പം സംശയം തോന്നുന്നത്. കാരണം വിളിച്ചു ബന്ധുക്കളൊക്കെ ഉണ്ട്, മരണം, ഇവിടെ വന്ന് ഫുഡ് കഴിക്കണം, നമുക്ക് കല്യാണമൊക്കെ ഉറപ്പിക്കാം, നീ വരണമെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്തോ സംശയം തോന്നിയിട്ടായിരിക്കും എന്റെ കുഞ്ഞ് പോയില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇന്നലെ ഇത് എനിക്ക് സ്നേഹമായിട്ട് വിളിച്ചാണ് എന്റെ കുഞ്ഞിനെ വീട്ടിൽ നിന്ന് വിളിച്ചാക്കിയാണ് കൊണ്ടുപോയി ചെയ്യുന്നത്. പുള്ളിക്കാരൻ വിളിച്ചിട്ട് കെട്ടിച്ച് തരത്തില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞ് സംസാരിക്കേണ്ടവർ സംസാരിച്ചിട്ടുണ്ടല്ലോ, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അച്ഛനെ തന്നെയാണ് അവൻ അന്നേരം വിളിക്കുന്നത്. അപ്പൊ പറഞ്ഞ് എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണും, കല്യാണക്കാർ സംസാരിക്കണമെന്ന് പറഞ്ഞാൽ എന്റെ കുഞ്ഞിനെ വിളിക്കുന്നത്. അല്ലെങ്കിൽ എന്റെ മോനെ ആ പുള്ളിക്കാരൻ വിളിച്ചാൽ പോകത്തില്ല. പോകണമെന്നുണ്ടെങ്കിൽ അവന്റെ കൂടെ കൂട്ടുകാർ എപ്പോഴും കാണും. കാരണം ഞങ്ങൾക്ക് ഭയമായിരുന്നു. കാരണം പലതവണ വീട് കയറി അവന്റെ പപ്പായോട് തന്നെ പറഞ്ഞിട്ടുണ്ട് മോനെ ഇന്നൂടെ കാണത്തുള്ളൂ. അപ്പൊ ഈ
ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ ഈ എഴുതി വായിച്ചാൽ മനസ്സിലാകും ആ പയ്യനുമായിട്ട് ഒരു ടൈമിലല്ല. ഞാൻ കുടിക്കുമ്പോൾ മാത്രം തല്ലുന്നു, കുടി ബോധം ഉറങ്ങുമ്പോൾ ഒന്നുമില്ല വിഷയം. ആ പെൺകുച്ചിനെ ശല്യം ചെയ്യുന്നുണ്ടായിരുന്നവൻ. ആ പെൺകുട്ടി ഒരു കൺഫ്യൂഷനിലായിരിക്കും, മനസ്സിലായോ? എന്ത് ചെയ്യാം ഇവർ തമ്മിൽ എല്ലാം നടന്നിട്ടും കാണും. സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു റൂറൽ ഏരിയയിൽ ഒരു സിദ്ധാന്തം വന്നു, ഉൾസ് എൻ്റെ ശരീരത്തിൽ തൊട്ട് എൻ്റെ പാതിവൃത്യം നഷ്ടപ്പെട്ടു, ഇനി ആ പാതിവൃത്യത്തിൻ്റെ കൂടെ ഞാൻ ജീവിക്കും. റേപ്പ് ചെയ്തിട്ട് അവസാനം പറയുന്നൊരു കാര്യം കേട്ടിട്ടില്ല, നീ വിഷമിക്കണം, ഞാൻ നിന്നെ കെട്ടിക്കോളാം. റേപ്പ് ചെയ്തവനെ കല്യാണം കഴിക്കുന്ന നാടാണ് നമ്മുടേത്, ഓർത്തോണം. ശേഷം എന്താ കൺട്രോൾ ചെയ്യാൻ വയ്യ, അതുകൊണ്ടാണ് റേപ്പ് ചെയ്താൽ അവൻ്റെ കൂടെ കിടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ആ ടൈം കൊച്ചിൻ്റെ തലയിൽ കയറി കാണും, കൊച്ച് സൈലൻ്റ് ആയി കാണും. ഇപ്പം അച്ഛൻ കുഴപ്പം, ചുറ്റോടത്തുള്ളൊരു കുഴപ്പം, ആകെ മൊത്തം എല്ലാം കുഴപ്പം. പെങ്കൊച്ചിൻ്റെ ഫേസും കൂടെ കൊണ്ടുവന്ന് റിവീൽ ചെയ്യണം. അതാണ് ഇപ്പോൾ ഇവരുടെ ആവശ്യം. മോൻ്റെ കയ്യിരിപ്പല്ല. 19 വയസ്സുകാരനെങ്കിൽ എന്തിൻ്റെ കുത്തിക്കഴപ്പാണ്? അതൊരു ഏജാണ് വിവാഹത്തിന്. എന്തെങ്കിലും ഒരു നത്തിങ് ഡൂയിങ്. വേറൊരു വീഡിയോ ഉണ്ട്, ഇത് നമുക്ക് കേൾക്കണ്ടേ? ഞാൻ ആഹാന്ന് പറഞ്ഞിരിക്കുന്നത് കേൾക്കണ്ട. വേറെ ഒരെണ്ണം അങ്ങോട്ട് ആലോചിച്ച് വെച്ചിട്ടുണ്ട് കെട്ടിക്കാമെന്ന്. മീഡിയയിൽ ഒരുപാട് വേണ്ടാത്ത കഥകൾ പറയുന്നുണ്ട്, എന്തും വളച്ചൊടിക്കാം. പക്ഷേ സത്യം എന്താണെന്നുള്ളത് നമുക്ക് ഒരു ദിവസം മറന്നേക്ക് പുറത്ത് വരും. ഞങ്ങൾക്ക് ന്യായമായ നീതി നേടിത്തരണം. കാരണം ഇത് ഒരുപാട് ആവുന്നുണ്ട്. പെണ്ണുങ്ങളുടെ വാക്കുകൾ കേട്ടുകൊണ്ട്, മീഡിയക്കാർ ഇറക്കുന്ന വാക്കുകൾ കേട്ടുകൊണ്ട് നിയമം വളച്ചൊടിച്ച് ഒരുപാട് രീതിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് നിയമം സപ്പോർട്ട് ആണെന്നുള്ളത് കൊണ്ട് ഒരുപാട് പേര് കടന്ന് ഒരുപാട് കുരുന്ന് ജീവൻ പോലും നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് അത് ശരി, ചെറുക്കൻ മരിച്ചപ്പോൾ അത് കുരുന്ന്, ജീവിച്ചിരുന്നപ്പോൾ അവൻ വരുന്ന്. ഈ തള്ളമാരാണ് എടുത്തിട്ട് അറിയേണ്ടത്. ഇതിനൊക്കെ ഞാൻ എന്താ പറയാന്നുള്ളതാണ്. ഇന്നലെ രാത്രി എന്റെ പെൺകൊച്ചിന്റെ അമ്മ വന്ന് നടന്നു കഴിക്കുന്നു. അതിനെ ഇന്നലെ ഓണായിട്ടുണ്ട് കൊണ്ട് ഞാൻ അമ്മ വിളിച്ചില്ല. ഇല്ല, അവർ അമ്മയ്ക്ക് നല്ല സമാധാനം. അവിടെ അമ്മ വിളിക്കും, മോനെ വീട്ടിൽ വീടുകളിൽ ഒരുപാട് വിളിച്ചിട്ടുണ്ട്. ഫോണൊക്കെ പോലീസുകാർക്ക് കൊടുത്തിട്ടുണ്ട്, ഫോൺ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്നെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം പെൺകൊച്ചിന്റെ മോനെ വിളിച്ചിരിക്കും. കാണാൻ പറ്റില്ല, കാരണം നമ്മൾ ശ്രമിച്ച് വരുത്തിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഫോൺ കൊച്ചിനെ അവിടെ നിന്ന് മാറ്റി. ഞങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിച്ചു, വേറെ ഒന്നല്ല. അങ്ങനെ ബൈക്ക് പറഞ്ഞു അവന് ആരണാണ് മദ്യപിച്ചോ നമ്മളെ. ഇതാണ് അപ്പൻ, പെണ്ണിന്റെ അപ്പൻ. ഇയാൾ പറയണത് എന്താണെന്നറിയാം? സി വീടില്ല, ഇവർക്ക് തന്നെ വീടില്ല, ഇവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ആ ചെറുക്കനിക്കും അത് തന്നെയാണ് അവസ്ഥ, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ വീട് ഒരെണ്ണം ഉണ്ടാക്കണം, അതിന് വേണ്ടതൊരു ജോലിയാണ്. ഇത് ഈ കുട്ടിയെ കൊണ്ട് വാടക വീട്ടിലേക്ക് വരാനാണ് പറയുന്നത്. അപ്പോൾ ഇവർ ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ ഏകദേശം അത്രയും ഫിനാൻഷ്യലി ഇവർ ആയിട്ടില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് വാടക കൊടുക്കാതെ താമസിക്കാൻ സാധിക്കണ്ടേ, അതുപോലും ആക്കിയിട്ടില്ല. അതായത് ഇത് മൊത്തം പഠിച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പെൺകുട്ടിയെ എന്തോ ഇവൻ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവളെ ഇവൻ മതി എന്നൊരു ടൈമിൽ അങ്ങനെ തീരുമാനം കുറച്ചാണ്. മാത്രമല്ല ഇനി വേറെ ഒന്നും ചിന്തിക്കാവില്ല. ഇവൻ്റെ കൂട്ടുകാരും അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ട് കൊല്ലത്ത്. ഇപ്പോൾ അവിടെ ആരോ ഒരാൾ കമൻറ്റ് എഴുതി വെച്ചിരിക്കുന്നുണ്ട്, കൊല്ലത്തേരല്ല അല്ല, നിങ്ങൾ ഒരു അല്ലാത്തൊരെണ്ണം കാണിച്ചതാണ്. ഒരു പെണ്ണ് ഒരു പ്രാവശ്യം ഒന്നിൽ പെട്ട ആ പെണ്ണിനെ പിന്നെ വേറെ കെട്ടിക്കില്ല, പറ്റൂല, ഇവ പറ്റുകൾ സംസാരിക്കത്തില്ല. സൗഹൃദം എന്ന് പറയുന്നത് അവന്മാർ ഗുണ്ടായുസത്തിന് ഉപയോഗിക്കുന്ന ഒരു ഏരിയയാണ് ഈ കൊല്ലം എന്ന് പറയുന്നത്. തർക്കിക്കേ വേണ്ട, അറിയുന്നത് നമ്മൾ അതിൻ്റെ ബോർഡറിൽ കിടക്കുന്നത്. അവിടെ അങ്ങനെയാണ്. നിങ്ങളങ്ങ് ഇങ്ങോട്ടുള്ള കാര്യമൊന്നും പറയരുത് കേട്ടോ. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഉള്ള ആ ഒരു പരിപ്പള്ളി സൈഡൊന്നും പറയരുത്. അത് കഴിഞ്ഞിട്ടുള്ള പോഷനാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് അവിടെ. അതിലെ കുറ്റം പറയില്ല. എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒക്കെ ആണ് മെയിൻ പ്രോബ്ലം. അതും കറക്റ്റ്. ഹലോ, പേരൻസ് ഇങ്ങനെ വളർത്തുന്നത് അനുസരിച്ചിരിക്കും പിള്ളേർ, അതും കറക്റ്റാണ്. ഇതുപോലുള്ള കുറേ അമ്മമാരുടെ കുഴപ്പമാണ് ചേച്ചി ഓവർ പാമ്പറിങ്, അതും കറക്റ്റാണ്. ഈ നേരത്തെ ഇവിടെ ആരും ഒരു കമൻറ്റ് എഴുതി ഇങ്ങനെയുള്ളവരല്ല എന്നാണ്. കൊച്ചി കൊല്ലത്ത് ഉള്ള എല്ലാവരും അങ്ങനെയല്ല, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് കുറച്ച് പേര് അങ്ങനെ. ഇടയ്ക്ക് ഒരു പെങ്കൊച്ച് സൂയിസൈഡ് ചെയ്ത് അറിയാം, കൊല്ലത്ത് തന്നെയല്ലേ. ഇസ്ലാം മതവിഭാഗത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ക്രൈം ലെവൽ അറിയാത്തതാണ്. ഇസ്ലാമിൽ അങ്ങനെയൊന്നും അഴിച്ചുവിടൂലെന്ന്. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്കൊന്നും ഒരു സ്വാതന്ത്ര്യം കിട്ടൂല. ആ കുട്ടീനെ അവൻ കൊണ്ടുപോയിരിക്കുന്നു, അവൻ ഉപയോഗിച്ചിരിക്കുന്നു, പെണ്ണ് പ്രഗ്നന്റ് ആയിരിക്കുന്നു, അമ്മ ഉണ്ട് വീട്ടില്. മകൾക്ക് മെൻസ്ട്രേഷൻ വരാത്തതും വരാതിരിക്കുന്നതൊക്കെ അമ്മയ്ക്ക് മനസ്സിലാവില്ല. ഉമ്മ ഉള്ള 2 പെമ്മക്കളുടെ ഉമ്മ അറിഞ്ഞില്ല മൂത്തോള് ഗർഭിണിയായത്, ഗർഭം അഴിപ്പിച്ചു കളഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ആ വീട്ടിൽ നടന്ന കാര്യമല്ലേ? അവസാനം കെട്ടി കൊടുക്കൂലെന്ന് പറഞ്ഞപ്പോൾ പെണ്ണുകയറി തൂങ്ങി. ഭയങ്കര ഫേമസ് ഒരു മീൻകാരൻ്റെ മകള്, മീൻ വിറ്റാണ് മക്കളെ വളർത്തുന്നതിനൊക്കെ പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്ത് വന്നതല്ലായിരുന്നു. അത് കൊല്ലത്ത് കിടന്നതാ. ആ ഒരു വിഭാഗം അവിടെ ഉണ്ട്, അത് അങ്ങനെയാണ്. ഇനി വേറൊരു കാര്യം അറിയാമോ? അവിടെ തന്നെയാണ് ഈ സദാചാര ഗുണ്ടകൾ ഏറ്റവും കൂടുതലുള്ളത്. നമ്മളിപ്പം പിന്നെ ശംഖുമുഖം കടപ്പുറത്ത് നമ്മൾ പോയി അമ്മയും മോനും കൂടെ വണ്ടി ഇരുന്നാന്ന് ചോദിക്കില്ല കൊല്ലത്തുള്ളവർ. അതാണ് മുല്ല കൊല്ലം. അത് പുനലൂർ സൈഡാണ്, അങ്ങോട്ടല്ല, ഇങ്ങോട്ടത്തെ കാര്യം ഞാൻ പറഞ്ഞത്. ഈ മുലരൂരിൻ്റെ അവസ്ഥയൊന്നും എനിക്കറിയത്തില്ല. ചേച്ചിയുടെ സ്ഥലം ഞാൻ കൊല്ലം തിരുവനന്തപുരം ബോർഡറാണ്. നിങ്ങൾക്ക് പാരിപ്പള്ളി അറിയോ? പാരിപ്പള്ളി കല്ലമ്പലം ആ ബോർഡറിലാണ്. ഞാൻ ജനിച്ച വളർന്നൊക്കെ അവിടെയാണ്. പഠിച്ചതൊക്കെ മാറിയാണെങ്കിലും ഗൾഫിൽ 22 വർഷമായിരുന്നെങ്കിലും എനിക്ക് ആ നാട്ടിൻ്റെ ഏകദേശം വ്യവസ്ഥ അറിയാം. അതാ പറഞ്ഞത്. പീപ്പിൾ ഓഫ് കൊല്ലം ആർ വെരി അഗ്രസീവ്. കറക്റ്റ്. അടി ബഹളം അടിതട ഗുണ്ടായിസ് ഇതൊക്കെ ഫേമസ് അതാണ്.